don't forget to like, share and subscribe Ada 24/7 channel. Also download Ada 24/7 app. ഹലോ നമസ്കാരം, എൻ്റെ പേര് ആനന്ദ്. എല്ലാവർക്കും അഡ്ഡ 24/7 മലയാളം ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഫ്രീ ഫൗണ്ടേഷൻ റെക്കോർഡഡ് ക്ലാസ്സുകളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഭരണഘടനയിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അനുച്ഛേദങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ്. നമ്മുടെ സിലബസ് ഓറിയൻ്റ് ആയിട്ട് നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെയും +2ൻ്റെയും അതേപോലെ തന്നെ ഡിഗ്രി ലെവലിൻ്റെയും പ്രിലിംസിൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനും സിവിക്സിനകത്ത് നമുക്ക് കുറച്ച് ഭാഗങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് സിലബസ് തന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് ഇന്ത്യൻ ഭരണഘടന ഏതൊക്കെ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഒരു നട്ട്ഷെല്ലിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് ചില ആർട്ടിക്കിൾസിനെ കുറിച്ച് പ്രധാനപ്പെട്ട ഇതിന് മുമ്പ് ചോദിച്ചിട്ടുള്ള കണക്റ്റിംഗ് ഫാക്റ്റുകൾ ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ടുള്ള ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ തുടക്കം മുതൽ ഒടുക്കം വരെ നിങ്ങൾ കാണേണ്ടതാണ്. നമുക്ക് സിലബസ് ഓറിയൻ്റ് ആയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പഠിക്കേണ്ട ആർട്ടിക്കിൾസ് ആണ് ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നമുക്ക് ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമുക്ക് ക്ലാസ് തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യമേ ആർട്ടിക്കിൾ നമ്പർ 1 എന്താണ് എന്നുള്ളതിന് നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ ആർട്ടിക്കിൾ നമ്പർ 1 നമ്മുടെ പാർട്ട് നമ്പർ 1 ഭാഗം 1 പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഭാഗം 1 നമ്മൾ ഇന്ത്യയെ ഡിഫൈൻ ചെയ്യുന്നത് അല്ലേ. ഇന്ത്യയെ ഡിഫൈൻ ചെയ്യുന്ന ഭാഗം 1 എന്ന് പറഞ്ഞ് അതിനകത്ത് ആർട്ടിക്കിൾ നമ്പർ 1 അനുച്ഛേദം 1 എന്ത് ചെയ്യുന്നത്, ഇന്ത്യക്ക് ഒരു ഡെഫിനേഷൻ നൽകുന്നത്. ആർട്ടിക്കിൾ നമ്പർ 1 നമ്മുടെ രാജ്യത്തിൻ്റെ പേരിനെയും കുറിച്ച് പറയുന്നു, നമ്മുടെ രാജ്യത്തിൻ്റെ പൊളിറ്റി എങ്ങനെയാണ് എന്നുള്ള കാര്യം പറയുന്നു. അപ്പോൾ ആർട്ടിക്കിൾ നമ്പർ 1 പറഞ്ഞിരിക്കുന്ന നോക്കിക്കേ, ഇന്ത്യ അതായത് ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇതിനു മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം ഇതാണ്, ആർട്ടിക്കിൾ നമ്പർ ഏത് ആർട്ടിക്കിളാണ് നമ്മൾ ഇന്ത്യയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഇന്ത്യക്ക് ഒരു നിർവചനം നൽകുന്ന ഏത് ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ നമ്പർ 1. എങ്ങനെയാണ് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത്, ഇന്ത്യയുടെ പേര് പറയുന്നു, ഹിന്ദിയിലും പറയുന്നു ഇംഗ്ലീഷിലും പറയുന്നു, എന്തെന്ന് പറഞ്ഞിരിക്കുന്നു, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി ആർട്ടിക്കിൾ നമ്പർ 3 വരികയാണ് എന്നുണ്ടെങ്കിൽ പുതുതായിട്ട് സംസ്ഥാനങ്ങൾ രൂപീകരിക്കുമ്പോഴോ അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ അതിർത്തികൾ മാറ്റുന്നതിനെക്കുറിച്ചും അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് പഴയ പേര് മാറ്റി പുതിയ പേരാക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത് ആർട്ടിക്കിൾ നമ്പർ 3 പറയുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു എക്സാമ്പിൾ വെച്ച് ഞാൻ നിങ്ങൾക്കത് പറഞ്ഞുതരാം, ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മളിപ്പോൾ നോക്കിക്കേ, സപ്പോസ് എ എന്നും ബി എന്നും പറഞ്ഞ് 2 സംസ്ഥാനങ്ങളുണ്ട്. എ എന്നും ബി എന്നും പറഞ്ഞ് 2 സംസ്ഥാനങ്ങളുണ്ട്. ജസ്റ്റ് ഒന്ന് ഊഹിക്കുക, എ എന്നും ബി എന്നും പറഞ്ഞ് 2 സംസ്ഥാനങ്ങൾ. അവരുടെ ബൗണ്ടറീസ് എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്നതാണ്, അവരുടെ അതിരുകൾ എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്നതാണ് അല്ലേ. അപ്പോൾ നോക്കിക്കേ, അവരുടെ നടുക്കത്തെ അതിര് എന്ന് പറയുന്ന നോക്കിക്കേ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു. അതിനെ നമ്മൾ നോക്കിക്കേ ഇങ്ങനെ ഒരു സിക്സാക് മാനറിലേക്ക് മാറ്റുന്നു. അതിനെക്കുറിച്ച് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്, ആർട്ടിക്കിൾ നമ്പർ 3 പറഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ 2 സംസ്ഥാനങ്ങൾ നമുക്കുണ്ട്, എ എന്നും ബി എന്ന് പറഞ്ഞ് വേറെ 2 സംസ്ഥാനങ്ങളുണ്ട് എന്ന് കരുതുക. അവരുടെ ഇടയിലേക്ക് നമ്മൾ പുതുതായിട്ട് സി എന്ന് പറഞ്ഞൊരു സംസ്ഥാനം കൂടെ കൊണ്ടുവരുന്നു. പുതുതായിട്ട് നമ്മുടെ ഛത്തീസ്ഗഡും ഝാർഖണ്ഡും എല്ലാം ഫോം ചെയ്ത് ഇതേപോലെയാണ്. എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്, ആർട്ടിക്കിൾ നമ്പർ 3 പറയുന്നത്. ഇനി ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെ പഴയ പേര് മാറ്റി, നമുക്കറിയാം ഒറീസ എന്ന സംസ്ഥാനത്തിൻ്റെ പഴയ പേര് നമ്മൾ എന്താക്കി മാറ്റി, ഒഡീഷ എന്നാക്കി മാറ്റിയല്ലേ. ഇതല്ലേ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്, ആർട്ടിക്കിൾ നമ്പർ 3 പറയുന്നത്. അപ്പോൾ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിനെ കുറിച്ചോ അതിർത്തികൾ മാറ്റുന്നതിനെ കുറിച്ചും അതേപോലെ പഴയ പേര് മാറ്റി പുതിയ പേരാക്കുന്നതിനെ കുറിച്ച് എവിടെ പറഞ്ഞിരിക്കുന്നു, ആർട്ടിക്കിൾ നമ്പർ 3 പറയുന്നത്. ആർക്കാണ് ഇതിനുള്ള അധികാരം, പാർലമെന്റാണ് എന്നുള്ള കാര്യവും പഠിച്ചിരിക്കുക. ഇനി ആർട്ടിക്കിൾ നമ്പർ 5 വരികയാണെങ്കിൽ നമ്മുടെ പൗരത്വത്തിലേക്ക് കയറിയാണ്. ഭാഗം 2 പൗരത്വത്തിലേക്ക് നമ്മൾ കയറുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ നമ്പർ 5 നിങ്ങൾ നല്ലതുപോലെ അങ്ങ് പഠിച്ചിരിക്കുക. ഭരണഘടന നിലവിൽ വന്നപ്പോൾ നമ്മുടെ പൗരത്വം നൽകുന്നതിനെ കുറിച്ചായിരുന്നു ആർട്ടിക്കിൾ നമ്പർ 5 പറഞ്ഞത്. സിറ്റിസൺഷിപ്പ് അറ്റ് ദ കമൻസ്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭരണഘടനയുടെ തുടക്കത്തിലുള്ള പൗരത്വത്തെക്കുറിച്ച് പറയുന്നു. ഇനി ആർട്ടിക്കിൾ നമ്പർ 9 വരികയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇന്ത്യൻ പൗരത്വമുള്ള ആരെങ്കിലും ഒരാൾ സ്വമേധയാ ഒരു വിദേശ രാജ്യത്തിൻ്റെ പൗരത്വം സ്വീകരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവരെ പിന്നെ ഇന്ത്യക്കാരനായിട്ട് കണക്കാക്കേണ്ട എന്ന് പറയുന്നു. ഇപ്പം എനിക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഉണ്ട്, ഞാൻ പോയിട്ട് ഒരു വിദേശ രാജ്യത്തിന് സിറ്റിസൺഷിപ്പ് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്നെ പിന്നെ ഇന്ത്യക്കാരനായിട്ട് കണക്കാക്കേണ്ട, അതായത് എൻ്റെ ഇന്ത്യൻ പൗരത്വം എന്ത് ചെയ്യും, നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത് ആർട്ടിക്കിൾ നമ്പർ 9 അല്ലേ. ഒരു വിദേശ രാജ്യത്തിൻ്റെ പൗരത്വം സ്വമേധയാ നേടുന്ന വ്യക്തികൾ ഇന്ത്യൻ പൗരന്മാരാകരുത്. ഇനി ആർട്ടിക്കിൾ നമ്പർ 11 പറയുന്നത്, പൗരത്വമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയമപരമായിട്ട് അത് റെഗുലേറ്റ് ചെയ്യാൻ, കൺട്രോൾ ചെയ്യാൻ, നിയന്ത്രിക്കാനുള്ള അധികാരം ആർക്ക് നൽകിയിരിക്കുന്നു, പാർലമെന്റിന് നൽകിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരുപാട് വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്, പൗരത്വത്തിനുള്ള അവകാശം നിയമപ്രകാരം നിയന്ത്രിക്കുന്നത് ആരാണ്, പാർലമെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ആർട്ടിക്കിൾ നമ്പർ 12 കയറുകയാണ്, നമ്മുടെ മൗലിക അവകാശങ്ങളിലേക്ക് കയറുകയാണ്. ആർട്ടിക്കിൾ നമ്പർ 12 നിങ്ങൾ അതേപോലെ അങ്ങ് പഠിച്ചിരിക്കുക. സംസ്ഥാനത്തിനൊരു ഡിഫറൻഷൻ നൽകുന്നു, ഡിഫൈൻ സ്റ്റേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഞാനിവിടെ ഉൾപ്പെടുത്താൻ ഒരു കാരണമുണ്ട്. കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഡൽഹി ഹൈക്കോടതി ഒരു ജഡ്ജ്മെന്റിൽ പറഞ്ഞായിരുന്നു, ആർട്ടിക്കിൾ നമ്പർ 12 പറയുന്ന സംസ്ഥാനം സ്റ്റേറ്റ് എന്നുള്ള ഡെഫിനിഷൻ്റെ പരിധിയിൽ നമ്മുടെ
ഐക്യരാഷ്ട്രസഭ യുണൈറ്റഡ് നേഷൻസ് വരുന്നില്ല എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കുക സ്റ്റേറ്റിൻ്റെ ഡെഫിനേഷൻ നൽകുന്നു ആര്? ആർട്ടിക്കിൾ നമ്പർ 12. സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാരുകൾ, കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലും സംസ്ഥാന സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ, കേന്ദ്ര സർക്കാരിന് വേണ്ടിയോ സംസ്ഥാന സർക്കാരിന് വേണ്ടിയോ കേന്ദ്ര സർക്കാരിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ ഫണ്ടോടുകൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ എന്തിൻ്റെ പരിധിയിൽ വരുന്നുണ്ട്? സ്റ്റേറ്റ് എന്നുള്ള ഡെഫിനേഷൻ്റെ പരിധിയിൽ വരുന്നുണ്ട്. ആർട്ടിക്കിൾ നമ്പർ 12 എന്തിന് ഡെഫിനേഷൻ നൽകുന്നു? സ്റ്റേറ്റിന് ഡെഫിനേഷൻ നൽകുന്നു. ഇനി ആർട്ടിക്കിൾ നമ്പർ 13 നിയമത്തിന് ഡെഫിനേഷൻ നൽകുന്നു. ഡിഫൈൻസ് ലോ എന്നാണ് പറയുന്നത്. നമ്മൾ പലരും പറയുന്നുണ്ട് ആർട്ടിക്കിൾ നമ്പർ 13 നമ്മൾ ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ച് പറയുന്നു എന്നും പറയുന്നു. ജുഡീഷ്യൽ റിവ്യൂവിന് എന്ത് കൊടുക്കുന്നതേ? ഒരു ഡെഫിനിഷൻ കൊടുക്കുന്നു എന്ന് പറയുന്നു. ജുഡീഷ്യൽ റിവ്യൂവിന് ഒരു ഡെഫിനിഷൻ കൊടുക്കുന്നു. ആര് കൊടുക്കുന്നു? ആർട്ടിക്കിൾ നമ്പർ 13 കൊടുക്കുന്നു. ജുഡീഷ്യൽ റിവ്യൂവിന് ഒരു ഡെഫിനിഷൻ കൊടുക്കുന്നു ആർട്ടിക്കിൾ നമ്പർ 13. ഈ പറയുന്ന ആർട്ടിക്കിൾ നമ്പർ 13 നിയമത്തിൻ്റെ ഒരു നിർവചനത്തിൽ കേന്ദ്ര സർക്കാർ മേക്ക് ചെയ്യുന്ന റെഗുലേഷൻസ്, സംസ്ഥാന സർക്കാർ മേക്ക് ചെയ്യുന്ന റൂൾസ്, അതേപോലെ പാർലമെൻറ്റ് മേക്ക് ചെയ്യുന്ന റൂൾസ്, നമ്മുടെ സംസ്ഥാന നിയമസഭകൾ മേക്ക് ചെയ്യുന്ന റൂൾസ്, കേന്ദ്ര സർക്കാരിന് വേണ്ടിയോ സംസ്ഥാന സർക്കാരിന് വേണ്ടിയോ കീഴ്പ്പെടുന്ന സ്ഥാപനങ്ങൾ മേക്ക് ചെയ്യുന്ന റൂൾസ്, ഇനിയിപ്പോൾ കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മേക്ക് ചെയ്യുന്ന റൂൾസും എന്തിൻ്റെ പരിധിയിൽ വരുന്നുണ്ട്? നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നുണ്ട്. ഇനി എന്തുകൊണ്ട് ആർട്ടിക്കിൾ നമ്പർ 13 ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ച് പറയുന്നു എന്ന് ചോദിച്ചാൽ, ആർട്ടിക്കിൾ നമ്പർ 13 ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. എനി ലോ വിച്ച് ഈസ് ഇൻകൺസിസ്റ്റന്റ് വിത്ത് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഷാൾ ബി ഡിക്ലെയർഡ് നൾ ആൻഡ് വോയിഡ് എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കവച്ച് വെക്കുന്ന രീതി അല്ലെങ്കിൽ കോട്ടം തട്ടിക്കുന്ന രീതി എന്തെങ്കിലും ഒരു നിയമം രാജ്യത്ത് നടപ്പിലാക്കുന്ന ആ നിയമങ്ങളെല്ലാം അസാധുവായിട്ട് പ്രഖ്യാപിക്കാം എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജുഡീഷ്യൽ റിവ്യൂവിന് ഉള്ളൊരു ഡെഫിനേഷനാണ്, ജുഡീഷ്യൽ റിവ്യൂവിന് ഒരു മീനിങ് ആണ്. അതുകൊണ്ടാണ് ആർട്ടിക്കിൾ നമ്പർ 13 ജുഡീഷ്യൽ റിവ്യൂവിന് ഒരു ഡെഫിനേഷൻ കൊടുക്കുന്നു എന്ന് നമ്മൾ പറയുന്നത്. ഇനി ആർട്ടിക്കിൾ നമ്പർ 14 നമ്മൾ വരികയാണ് എന്നുണ്ടെങ്കിൽ, ആർട്ടിക്കിൾ നമ്പർ 14 നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ് എന്ന് പറയുന്നു. നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ് എന്ന് പറയുന്നു. നിയമത്തിന് മുന്നിലുള്ള സമത്വം. ഇനി ആർട്ടിക്കിൾ നമ്പർ 15 വരുവാണെങ്കിൽ യാതൊരു വിവേചനവും പാടില്ല. ഏതൊക്കെ രീതിയിൽ? മതത്തിൻ്റെ പേരിൽ, വംശത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, ലിംഗത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ജനന സ്ഥലത്തിൻ്റെ പേരിൽ യാതൊരു വിധത്തിലുള്ള വിവേചനവും പാടില്ല എന്ന് പറയുന്നു. ആർട്ടിക്കിൾ നമ്പർ 16 നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാർ തൊഴിലുകൾക്കുള്ള സമത്വത്തെക്കുറിച്ച് പറയുന്നത് അല്ലേ, പൊതു തൊഴിൽ കാര്യങ്ങളിൽ അവസരത്തിൻ്റെ തുല്യതയെക്കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ നമ്പർ 17 തൊട്ടുകൂടായ്മയെക്കുറിച്ചാണ് പറയുന്നത്. അൺടച്ചബിലിറ്റിയെക്കുറിച്ച് പറയുന്നത്. ഒരുപാട് വെട്ട് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് തൊട്ടുകൂടായ്മ, അൺടച്ചബിലിറ്റിയെക്കുറിച്ച് പറയുന്നത്. ഇവിടെ നിങ്ങളൊരു കാര്യം പഠിച്ചിരിക്കണം. ആർട്ടിക്കിൾ നമ്പർ 17 തൊട്ടുകൂടായ്മയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്താണ് തൊട്ടുകൂടായ്മ, വാട്ട് ഈസ് അൺടച്ചബിലിറ്റി, അതിനൊരു ഡെഫിനിഷൻ നമ്മുടെ ഭരണഘടന നൽകുന്നില്ല. അപ്പോൾ തൊട്ടുകൂടായ്മയ്ക്ക് ഒരു ഡെഫിനിഷൻ നൽകിയത് 1980 നമ്മുടെ മദ്രാസ് ഹൈക്കോടതിയാണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങളൊന്ന് പഠിച്ചിരിക്കുക. ഇനി ആർട്ടിക്കിൾ നമ്പർ 18 വരികയാണ് എന്നുണ്ടെങ്കിൽ ടൈറ്റിലുകളെ കുറിച്ചാണ് പറയുന്നത്. തലക്കെട്ടുകൾ അല്ലേ, ടൈറ്റിൽ നമ്മൾ പേരിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈറ്റിൽസ് നിരോധിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. പണ്ട് കാലത്ത് നമ്മൾ പാരമ്പര്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് വന്ന രാജ, മഹാരാജ, രാജ് ബഹദൂർ, രാജ് സാഹിബ് തുടങ്ങിയ ടൈറ്റിൽസുകളെല്ലാം നമ്മൾ എന്ത് ചെയ്തു? അബോളിഷ് ചെയ്തു. എന്നിട്ട് പകരം ഒരാൾക്ക് പേരിൻ്റെ കൂടെ ഉപയോഗിക്കാം രണ്ട് രീതിയിലുള്ള. ഒന്നത് സൈനികപരമായിട്ടുള്ള, ഒന്നുകിൽ മിലിറ്ററി ടൈറ്റിൽസ് അല്ലെങ്കിൽ അക്കാഡമിക് ടൈറ്റിൽസ് കേട്ടോ. ഈ രണ്ട് രീതിയിലുള്ള ടൈറ്റിലുകൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ എന്നാക്കി. മിലിറ്ററി ടൈറ്റിൽസ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റനന്റ് കേണൽ, മേജർ അങ്ങനെയൊക്കെ ഉള്ളതാണ് മിലിറ്ററി ടൈറ്റിൽസ് എന്ന് പറയുന്നത്. അതേപോലെ നമ്മുടെ അക്കാഡമിക് ടൈറ്റിൽസ് നമ്മുടെ മെഡിക്കൽ ഡിഗ്രിയൊക്കെ ഉള്ള PhD ഒക്കെ എടുക്കുന്ന ആൾക്കാർ അവരുടെ പേരിനോട് ഡോക്ടർ എന്ന് വെക്കും അല്ലേ, അതൊക്കെയാണ് അക്കാഡമിക് ടൈറ്റിൽസ് ആണ്. മിലിറ്ററി ടൈറ്റിൽ ലെഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ എന്ന കേട്ടില്ലേ, ആ ലെഫ്റ്റനന്റ് കേണൽ എന്ന് പറയുന്നത് എന്താണ്? മിലിറ്ററി ടൈറ്റിൽ. അങ്ങനെയുള്ളത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഇനി ആർട്ടിക്കിൾ നമ്പർ 19 വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ 6 സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇതേപോലെ തന്നെ ചോദിച്ചാൽ ആർട്ടിക്കിൾ നമ്പർ 19 എന്തിനെക്കുറിച്ച് പറയുന്നത്? 6 സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പറയുന്നത്. 6 സ്വാതന്ത്ര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് പഠിച്ചിരിക്കുക. ഞാനിവിടെ നിങ്ങൾക്ക് എഴുതിയിട്ട് തരാം. ആർട്ടിക്കിൾ നമ്പർ 19(1)(a) പറയുന്നു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനെ കുറിച്ച് പറയുന്നത്. അതായത് നമുക്ക് പറയാനുള്ളത് പറയാം, എക്സ്പ്രസ് ചെയ്യാനുള്ളത് എക്സ്പ്രസ് ചെയ്യാം എന്ന് പറയുന്നത് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനെ കുറിച്ച് പറയുന്നു. ഇനി 19(1)(b) വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആയുധങ്ങളൊന്നുമില്ലാതെ സമാധാനപരമായിട്ട് നമുക്ക് അസംബിൾ ചെയ്യാം, കൂട്ടം കൂടാം എന്ന് പറയുന്നു. 19(1)(c) നമ്മൾ വരികയാണ് എന്നുണ്ടെങ്കിൽ 19(c) വരികയാണെങ്കിൽ നമുക്ക് അസോസിയേഷൻസ് ഫോം ചെയ്യാം, സംഘടനകൾ ഫോം ചെയ്യാം, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോം ചെയ്യാം എന്ന് പറയുന്നു. ഇനി 19(1)(d) വരികയാണ് എന്നുണ്ടെങ്കിൽ സഞ്ചാര സ്വാതന്ത്ര്യം, മൂവ്മെന്റിനെ കുറിച്ച് പറയാം. നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇനി 19(1)(e) വരികയാണെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ചെന്ന് സ്ഥിരതാമസമാക്കാൻ, റിസൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ സെറ്റിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നു. ഇനി 19(1)(f) നമുക്കില്ല, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. 19(1)(g) പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യാം, കച്ചവടം ചെയ്ത് ജീവിക്കാം എന്നൊക്കെയാണ് 19(1)(g) പറയുന്നത്. ഓക്കെ, ഇത് ഓർത്തിരിക്കുന്നതിന് ഞാൻ നിങ്ങൾക്ക് ഒരു കോഡും കൂടെ നിങ്ങളൊന്ന് പറഞ്ഞുതരാം. എല്ലാത്തിൻ്റെ ഫസ്റ്റ് ഞാൻ ഇന്ന് എടുക്കുകയാണ്. SAAM, സാം.
resides in Poland ഇംഗ്ലീഷിലുള്ള ഒരു കോഡാണ് ഇൻ പോളണ്ട് ഫോർ എന്തിനു വേണ്ടി ട്രേഡ് കച്ചവടം. ഓക്കെ, അപ്പോൾ സാം പോളണ്ടിൽ താമസിക്കുന്നു എന്തിനു വേണ്ടി? കച്ചവടത്തിന് വേണ്ടി കേട്ടോ. അപ്പോൾ ഈ ഓരോ ലെറ്റേഴ്സ് നിങ്ങൾ എടുക്കുക. എസ് എന്ന് പറയുമ്പോൾ അത് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ 19:1 എനെ കുറിച്ച് പറയുന്നു. എ എന്ന് പറയുമ്പോൾ അസംബിൾ 19:1 ബി എന്ന് പറയുന്നു. സി അടുത്ത എ എന്ന് പറയുന്ന അസോസിയേഷൻ 19:1 സി. എം എന്ന് പറയുന്നത് എന്താണ്? മൂവ്മെന്റ് 19:1 ഡി. റിസൈഡ് എന്ന് പറയുമ്പോൾ 19:1 ഇനെ കുറിച്ച് പറയുന്നു. ആൻഡ് ട്രേഡ് എന്ന് പറയുമ്പോൾ ഏതാണ്? 19:1 ജിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ അസോസിയേഷനും അസംബിളും അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു പോകുമെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. ഏതാണ് 91 ബി 91 സി? അവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു ടിപ്പ് പറഞ്ഞുതരാം. ആൽഫബറ്റിക് ഓർഡർ നോക്കുക. ഏതാണ് ആദ്യം വരുന്നത്? ASSE ആണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ASSO വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ 19 ആൽഫബറ്റിക് ഓർഡർ വരുന്ന ആദ്യം ഏതാണ്? അസംബിൾ ആണ്. അല്ലെങ്കിൽ അസംബിളിൽ ബി ഉണ്ട്, അസോസിയേഷനിൽ സിയും ഉണ്ട്. അങ്ങനെ ഓർത്തിരിക്കാം കേട്ടോ, അങ്ങനെ ഓർത്തിരിക്കാം. ഇത് നമുക്ക് 19:1 ജി ഉണ്ടായിരുന്നല്ലോ. 19:1 ജി അല്ല, 19:1 എഫ് ഉണ്ടായിരുന്നു. നമ്മളത് എന്ത് ചെയ്തു? ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? റൈറ്റ് ടു പ്രോപ്പർട്ടിനെ കുറിച്ചാണ് പറഞ്ഞത്. സ്വത്തവകാശത്തെ കുറിച്ചായിരുന്നു പറഞ്ഞത്. നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഏത് ഭേദഗതി? 44-ാം ഭരണഘടനാ ഭേദഗതി 1978 മൊറാർജി ദേശായി സർക്കാർ. ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്ത 21 നമ്മുടെ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൗലിക അവകാശങ്ങളിലൊന്ന് ഏത് എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ നമ്പർ 21 ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഏതാണ്? നമ്മുടെ ലൈഫ് ആൻഡ് ലിബർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. ജീവിത പരിരക്ഷയും വ്യക്തി സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നു. ഇനി 21 പറയുന്നത് വിദ്യാഭ്യാസത്തിലുള്ള അവകാശത്തിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ, നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന മൗലിക അവകാശമാണ് അല്ലേ. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അല്ലേ, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ, സൗജന്യമായി നിർബന്ധമായ വിദ്യാഭ്യാസം നൽകിയിരിക്കണമെന്ന് പറയുന്നു. 22 കരുതൽ തടങ്കലിനെ കുറിച്ച് പറയുന്നു. കരുതൽ തടങ്കൽ നിയമത്തിനെ കുറിച്ച് പറയുന്നു. 23 പറയുന്നത് മനുഷ്യക്കടത്തും നിർബന്ധിത ജോലിയും നിരോധിച്ചിരിക്കുന്നതാണ് ആർട്ടിക്കിൾ നമ്പർ 23 എന്ന് പറയുന്നത്. 24 എന്ന് പറയുന്നത് ബാലവേല നിരോധിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്ത് പറഞ്ഞിരിക്കുന്നത്? ബാലവേല നിരോധിച്ചു. അവിടെ ഒരു വയസ്സ് നമുക്ക് പറയണം. ആ വയസ്സ് നിങ്ങൾ പഠിച്ചിരിക്കുക. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ എന്ത് ചെയ്യാൻ പാടില്ല? അപകടകരമായിട്ടുള്ള സിറ്റുവേഷൻസിൽ ജോലിക്ക് നിർത്താൻ പാടില്ല എന്ന് പറയുന്നു. ഇനി 25 മുതൽ 28 വരെ വരുവാണെങ്കിൽ മതസ്വാതന്ത്ര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നു. അവിടെ 2 ആർട്ടിക്കിൾ നിങ്ങൾ പഠിക്കുക. 25 നിങ്ങൾ പഠിക്കുക. 25 പറയുന്നു ഒരാൾക്ക് ഇഷ്ടമുള്ള മതം ഫോളോ ചെയ്യാം, ആർക്കും തടയാൻ പറ്റില്ല. ഒരാൾക്ക് ഇഷ്ടമുള്ള മതം ഫോളോ ചെയ്യാമെന്ന് 25 പറയുന്നു. 27 മതപരമായിട്ടുള്ള നികുതികൾ നിരോധിച്ചിരിക്കുന്നു. മതപരമായിട്ടുള്ള നികുതികൾ നിരോധിച്ചിരിക്കുന്നു എന്ന് 27 പറയുന്നു. ഓക്കെ, ഇനി നമ്മൾ 29, 30 വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈനോറിറ്റീസിൻ്റെ അല്ലേ, മൈനോറിറ്റീസിൻ്റെ ന്യൂനപക്ഷങ്ങളുടെ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശങ്ങളാണ് 29-ലും 30-ലും പറയുന്നത്. 29 ന്യൂനപക്ഷങ്ങളുടെ സാംസ്കാരികപരമായിട്ടുള്ള അവകാശങ്ങളെ കുറിച്ച് പറയുന്നെങ്കിൽ 30 എന്തിനെ കുറിച്ച് പറയുന്നത്? അവരുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശങ്ങൾ അല്ലേ, അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രൂപീകരിക്കാമെന്നാണ് 30 പറയുന്നത്. 32 വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. എന്താണ്? ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരത്തിനുള്ള അവകാശം, ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരത്തിനുള്ള അവകാശം അല്ലേ, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. നമ്മുടെ സുപ്രീം കോടതി എന്ത് പ്രഖ്യാപിക്കുന്നത്? റിട്ട് പ്രഖ്യാപിക്കുന്നത് അല്ലേ. മൗലിക അവകാശം നിഷേധിക്കപ്പെടുമ്പോൾ സുപ്രീം കോടതി റിട്ട് പ്രഖ്യാപിക്കുന്നത് ആർട്ടിക്കിൾ നമ്പർ 32 പ്രകാരമാണ്. റിട്ട് നമ്മൾ കടമെടുത്തു അമേരിക്കയിൽ നിന്ന്, UK-യിൽ നിന്ന് കടമെടുത്തിരിക്കുന്നു റിട്ട് എന്ന ആശയം. ഇനി 37, ഇവിടെ നമ്മളൊരു 36 കൂടെ പറയുന്നുണ്ട്. ആ 36 നിങ്ങൾ പഠിച്ചിരിക്കുക. 12-ൽ പറയുന്നതിൻ്റെ കൂട്ട് സ്റ്റേറ്റിന് ഡെഫിനേഷൻ നൽകുകയാണ് ചെയ്യുന്നത്. ഇനി 37 പറയുന്നത് നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിയമവാദത്തിനും ബാധകമല്ല, നീതിവാദത്തിന് ബാധകമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സംസ്ഥാനങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് കോടതിയിൽ അവയെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. അതാണ് നീതി ന്യായത്തിനും ബാധകമല്ല എന്ന് പറയുന്നത് കേട്ടോ. 37 പറഞ്ഞിരിക്കുന്നത്. ഇനി 39 പഠിച്ചിരിക്കുക. തുല്യനീതിയും സൗജന്യ നിയമസഹായവും അല്ലേ, ഒരേ പാവപ്പെട്ടവർക്കും നിർധനർക്കും സൗജന്യമായിട്ട് നിയമസഹായം നൽകണം, അതേപോലെ തുല്യ നീതിയും ഉറപ്പാക്കണമെന്നാണ് 39 പറയുന്നത്. ഇനി 39 ഡി പറയുന്നതൊക്കെ ഒരേ തൊഴിൽ ചെയ്യുന്ന സ്ത്രീക്കും പുരുഷനും തുല്യവേതനത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഒരേ തൊഴിൽ ചെയ്യുന്ന സ്ത്രീക്കും പുരുഷനും എന്താണ്? തുല്യവേതനം നൽകണം എന്നാണ് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 40 പറയുകയാണെന്നെങ്കിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളെ കുറിച്ചുള്ള സംഘടന, ഗ്രാമപഞ്ചായത്തുകളെ കുറിച്ച്, വില്ലേജ് പഞ്ചായത്ത് സിസ്റ്റങ്ങളെ കുറിച്ചാണ് പറയുന്നത്.
പറഞ്ഞിരിക്കുന്നത്. ഇനി 43B വരികയാണെന്നുണ്ടെങ്കിൽ സഹകരണ സംഘങ്ങളുടെ ഉന്നമനം, കോപ്പറേറ്റീവ് സൊസൈറ്റി, സഹകരണ സംഘങ്ങളുടെ ഉന്നമനത്തിനെ കുറിച്ച് പറയുന്നു. 44 പറയുകയാണെന്നുണ്ടെങ്കിൽ യൂണിഫോം സിവിൽ കോഡ്, ഏകീകൃത സിവിൽ കോഡ് എന്നാണ് പറയുന്നത്. യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയിട്ടുള്ള ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം ഏതാണ്? ഗോവയാണ്. യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയിട്ടുള്ള ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം ഗോവ. ആർട്ടിക്കിൾ 45 വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അവർക്ക് ചൈൽഡ്ഹുഡ് കെയർ നൽകണം, പ്രാഥമിക വിദ്യാഭ്യാസവും നൽകണം. സ്റ്റേറ്റിൻ്റെ കടമയിൽ ചെയ്യേണ്ട കാര്യമെന്നാണ് പറയുന്നത്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കുട്ടിക്കാലത്തെ പരിചരണത്തിനും അതേപോലെ വിദ്യാഭ്യാസത്തിനുള്ള വ്യവസ്ഥ എന്നാണ് ആർട്ടിക്കിൾ 45 പറയുന്നത്. ആർട്ടിക്കിൾ 46 നമ്മുടെ 103 ഭരണഘടനാ ഭേദഗതി നിലവിൽ വരാൻ കാരണമായിട്ടുള്ള ആർട്ടിക്കിൾ 46 എന്നാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വാദിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 46 പറഞ്ഞിരിക്കുക നമ്മുടെ പട്ടികജാതി പട്ടിക വിഭാഗങ്ങളും അതേപോലെ സമൂഹത്തിൽ ബാക്കിയുള്ള അതർ വീക്കർ സെഷൻസ് അവരുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള ഉന്നമനത്തിനുള്ള കാര്യം നമ്മുടെ സർക്കാർ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. പട്ടികജാതി പട്ടികവർഗം മറ്റു ദുർബല വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക താല്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നാണ് ആർട്ടിക്കിൾ നമ്പർ 46 പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 47 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ്? മദ്യനിരോധനം എന്നാണ്. മദ്യനിരോധനത്തിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. എന്ത് ചെയ്യാൻ? നമ്മുടെ പബ്ലിക് ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യണം, അവിടെയാണ് പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ നമ്പർ 47 എന്തുവാ പറയുന്നത്? പബ്ലിക് ഹെൽത്ത്, ടു പ്രൊമോട്ട് ദ പബ്ലിക് ഹെൽത്ത് എന്നാണ് പറഞ്ഞത്. ടു പ്രൊമോട്ട് പബ്ലിക് ഹെൽത്ത്, നമ്മുടെ പൊതുജനാരോഗ്യം അല്ലേ, പൊതുജനാരോഗ്യം പ്രൊമോട്ട് ചെയ്യണമെന്നാണ്. അപ്പോൾ പൊതുജനാരോഗ്യം നല്ലതുപോലെ നിലനിർത്തണമെങ്കിൽ എന്ത് വേണം? ഇവിടെ മദ്യനിരോധനം നടപ്പിലാക്കണമല്ലേ. മദ്യനിരോധനം ആർട്ടിക്കിൾ 47 മദ്യനിരോധനത്തെ കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 48 ഗോവധ നിരോധനത്തിനെ കുറിച്ച് പറയുന്നു. 48 ഗോവധ നിരോധനത്തിനെ കുറിച്ച് പറയുന്നു. 47 എന്ന് പറയുന്നത് പരിസ്ഥിതി സംരക്ഷണത്തിനെ കുറിച്ചും വനസംരക്ഷണത്തിനെ കുറിച്ചും വന്യജീവി സംരക്ഷണത്തിനെ കുറിച്ചുമൊക്കെയാണ് 48A പറയുന്നത്. ആർട്ടിക്കിൾ 50 വളരെ 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 ഇമ്പോർട്ടൻ്റ്, ഒരുപാട് വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചുള്ള നമ്മുടെ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ജുഡീഷ്യറിയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ആരെ മാറ്റി നിർത്തിയിരിക്കുന്നു? എക്സിക്യൂട്ടീവിനെ മാറ്റി നിർത്തിയിരിക്കുന്നു. ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്ന് വേർതിരിക്കുക എന്നാണ് പറഞ്ഞത്. ജുഡീഷ്യറിയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ആരെ മാറ്റണം? എക്സിക്യൂട്ടീവിനെ മാറ്റി നിർത്തിയിരിക്കുന്നത് നമ്മുടെ ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇനി ആർട്ടിക്കിൾ നമ്പർ 51A മൗലിക കടമകൾ, 51A മൗലിക കടമകളെ കുറിച്ച് പറയുന്നു. 52 പറയുന്നു നമുക്കൊരു ഇന്ത്യൻ രാഷ്ട്രപതി പ്രസിഡന്റ് വേണമെന്ന് പറയുന്നു. ദെയർ ഷാൽ ബി എ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നു. 53 പറയുന്നു യൂണിയൻ എക്സിക്യൂട്ടീവിൻ്റെ അധികാരങ്ങൾ. യൂണിയൻ എക്സിക്യൂട്ടീവിനെ കുറിച്ചാണ് 53 പറയുന്നത്. യൂണിയൻ എക്സിക്യൂട്ടീവിൻ്റെ നോമിനൽ ഹെഡ് എന്ന് പറയുന്നത്, പേരിന് വേണ്ടി മാത്രം യൂണിയൻ എക്സിക്യൂട്ടീവിൻ്റെ തലവൻ ആരാണ്? പേരിന് വേണ്ടി മാത്രം യൂണിയൻ എക്സിക്യൂട്ടീവിൻ്റെ തലവൻ എന്ന് പറയുന്നത് പ്രസിഡന്റ് ആണ്. യൂണിയൻ എക്സിക്യൂട്ടീവിൻ്റെ അധികാരങ്ങൾ പ്രസിഡന്റിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്ന് ആർട്ടിക്കിൾ നമ്പർ 53 പറയുന്നു. 54 പറയുന്നത് രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്നു. 58 പറയുന്നു ഒരാൾക്ക് ഇന്ത്യൻ രാഷ്ട്രപതിയാകണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തൊക്കെ യോഗ്യത ഉണ്ടായിരിക്കണമെന്ന് 58 പറയുന്നു. 60 പറയുന്നത് രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞയെക്കുറിച്ചാണ് പറയുന്നത്. 60 രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞയെക്കുറിച്ചാണ് പറയുന്നത്. 54 വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത്. രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് അവിടെ നമുക്കൊരു ഇലക്ട്രൽ കോളേജ് ഉണ്ട്. ആ ഇലക്ട്രൽ കോളേജിൽ അംഗങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പാർലമെൻറ്റിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, സംസ്ഥാനങ്ങളിലെ നിയമസഭകളിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, അതേപോലെ ഡൽഹിയിലെയും പോണ്ടിച്ചേരി നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് എന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചിരിക്കണം. 54 പഠിച്ചിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളിലൊന്നാണ്. ഇനി 61 നമ്മൾ വരികയാണ് എന്നുണ്ടെങ്കിൽ രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുന്ന, അദ്ദേഹത്തിന് അധികാര സ്ഥാനത്ത് പുറത്താക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ കടമെടുത്തിരിക്കുന്നു. എവിടുന്ന് കടമെടുത്തിരിക്കുന്നു? അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ നമ്പർ 61 പറയുന്നത്. അടുത്ത 63 പറയും നമ്മുടെ ഉപരാഷ്ട്രപതിയെ കുറിച്ച് പറയുന്നു. 64 ഉപരാഷ്ട്രപതി ആയിരിക്കും നമ്മുടെ രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറയുന്നു. ഉപരാഷ്ട്രപതി ആയിരിക്കും രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറയുന്നു. 72 നമ്മുടെ പ്രസിഡന്റിന് ദയാഹർജി പൊതുമാപ്പ് നൽകാനുള്ള അധികാരത്തിനെ കുറിച്ചാണ് 72 പറയുന്നത്. 74 പറയുന്നത് നമ്മുടെ രാഷ്ട്രപതിയെ ഉപദേശിക്കുന്നതിനും അദ്ദേഹത്തിന് എയ്ഡ് ചെയ്യുന്നതിനും അഡ്വൈസ് ചെയ്യുന്നതിനും വേണ്ടി ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കണം, മന്ത്രിസഭ ഉണ്ടായിരിക്കണം, അതിൻ്റെ തലവനായിട്ട് പ്രധാനമന്ത്രിയും ഉണ്ടായിരിക്കണം എന്നാണ് ആർട്ടിക്കിൾ നമ്പർ 74 പറയുന്നത്. ദെയർ ഷാൽ ബി എ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ടു എയ്ഡ് ആൻഡ് അഡ്വൈസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അല്ലേ, വിത്ത് പ്രൈം മിനിസ്റ്റർ ആസ് ഹെഡ് എന്നാണ് 74 പറയുന്നത്. ഇനി 76 വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ അറ്റോർണി ജനറൽ, നമ്മുടെ ഇന്ത്യയിലെ പ്രഥമ നിയമ ഉദ്യോഗസ്ഥനെ കുറിച്ചാണ് പറയുന്നത്. 76 അറ്റോർണി ജനറലിനെ കുറിച്ച് പറയുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരാണ് എന്ന് നിങ്ങൾ പഠിച്ചിരിക്കുക. നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. കെ വേണുഗോപാലാണ്. കെ വേണുഗോപാൽ അല്ലേ.
നമ്മുടെ അറ്റോർണി ജനറൽ പദവിയിലെത്തിയ ആദ്യ മലയാളിയാണ് അദ്ദേഹം, കെ വേണുഗോപാൽ. ഇനി ആർട്ടിക്കിൾ നമ്പർ 79 പ്രകാരമാണ് നമ്മുടെ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. പാർലമെന്റ് ഘടനയെക്കുറിച്ച് പറയുന്നത് 79-ലാണ്. 80-ൽ നമ്മുടെ രാജ്യസഭയെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ നമ്പർ 80-ൽ നമ്മുടെ രാജ്യസഭയെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ 81-ൽ നമ്മൾ ആരെക്കുറിച്ച് പറയുന്നു? നമ്മുടെ ലോക്സഭയെക്കുറിച്ച് പറയുന്നു. 80 രാജ്യസഭ, 81 ലോക്സഭ, 79 പ്രകാരമാണ് നമ്മുടെ പാർലമെന്റ് രൂപീകരിച്ചിരിക്കുന്നത്. 80 നമ്മുടെ രാജ്യസഭ അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിനെ കുറിച്ച് പറയുന്നു. 81 ലോക്സഭ അല്ലേ, ലോക്സഭ അല്ലെങ്കിൽ ലോവർ ഹൗസ് ഓഫ് ദ പാർലമെന്റിനെ കുറിച്ച് പറയുന്നു. ഇനി 85-ലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ പാർലമെന്റിന്റെ സെഷനുകളെ കുറിച്ച് പറയുന്നു. പാർലമെന്റ് സെഷനുകളായിട്ടുള്ള പ്രൊറോഗേഷൻ, പിരിച്ചുവിടൽ തുടങ്ങിയ പാർലമെന്റ് സെഷൻസിനെ കുറിച്ച് പറയുന്നു. 100 വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. പാർലമെന്റിന്റെ കോറത്തിനെ കുറിച്ച് പറയുന്നു. പാർലമെന്റ് കോറത്തിനെ കുറിച്ച് പറയുന്നത് പരീക്ഷയ്ക്ക് ചോദിച്ചുള്ള ചോദ്യമാണ്. പാർലമെന്റിന്റെ ഇരുസഭകളിലും സെപ്പറേറ്റ് ആയിട്ട് അവരുടെ മീറ്റിംഗ് നടത്തണമെന്നുണ്ടെങ്കിൽ മിനിമം 1/10 ഓഫ് ദ ടോട്ടൽ മെമ്പേഴ്സ് എങ്കിലും ഉണ്ടായിരിക്കണം സഭയിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോറമായിട്ട് പറയുന്നത് മിനിമം 1/10 ഓഫ് ടോട്ടൽ മെമ്പേഴ്സ്. ലോക്സഭയുടെ കോറം പഠിച്ചിരിക്കുക 55, രാജ്യസഭയുടെ കോറം നിങ്ങൾ പഠിച്ചിരിക്കുക 25 ഇനി 102-ലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ പാർലമെന്റിലെ അംഗങ്ങളെ അയോഗ്യരാക്കുന്നതിനെ കുറിച്ചാണ് 102 പറയുന്നത്. പാർലമെന്റിലെ അംഗങ്ങളെ അയോഗ്യരാക്കുന്നതിനെ കുറിച്ച് 102 പറയുന്നു. 108 നമ്മുടെ സംയുക്ത സമ്മേളനത്തിനെ കുറിച്ചാണ് പറയുന്നത്. സംയുക്ത സമ്മേളനം എന്ന് പറയുന്നത് ജോയിന്റ് സിറ്റിംഗ്. നമ്മൾ കടമെടുത്തത് എവിടെ നിന്നാണ് എന്ന് പഠിച്ചിരിക്കുക. ഓസ്ട്രേലിയയിൽ നിന്ന് കടമെടുത്തു. എവിടുന്ന് കടമെടുത്തു? ഓസ്ട്രേലിയയിൽ നിന്ന് കടമെടുത്തു. 110 പറയുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ മണി ബില്ലിനെ കുറിച്ച് പറയുന്നു എന്നുണ്ടെങ്കിൽ 111 പറയുന്നത് പ്രസിഡന്റിന്റെ വീറ്റോ അധികാരത്തെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ, പ്രസിഡന്റിന്റെ വീറ്റോ അധികാരത്തെക്കുറിച്ച് പറയുന്നു. ഇനി 112 എന്ന് പറയുന്നത് നമ്മുടെ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അതായത് നമ്മുടെ ബജറ്റിനെ കുറിച്ചാണ്. നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് ബജറ്റ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയുന്നത് അല്ലേ, വാർഷിക സാമ്പത്തിക പ്രസ്താവന എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 117-ലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സാമ്പത്തിക ബില്ലുകളെ കുറിച്ച് പറയുന്നു. 123 വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? രാഷ്ട്രപതിക്ക് ഓർഡിനൻസ്, പാർലമെന്റ് സമ്മേളനത്തിലെത്തുമ്പോൾ രാഷ്ട്രപതിക്ക് എന്ത് കൊണ്ടുവരാം? കേന്ദ്ര സർക്കാരിന് പ്രസിഡന്റിന്റെ അനുവാദത്തോടു കൂടി ഓർഡിനൻസ് കൊണ്ടുവരാം. അതിനെക്കുറിച്ചാണ് 123 പറയുന്നത്. 124 പ്രകാരമാണ് നമ്മുടെ സുപ്രീം കോടതി സ്ഥാപിച്ചിട്ടുള്ളത് സുപ്രീം കോടതിയുടെ ഭരണഘടനയെക്കുറിച്ചും അല്ലേ, എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സുപ്രീം കോടതി എന്നാണ് 124 പറയുന്നത്. 126 ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിനെ കുറിച്ച് പറയുന്നെങ്കിൽ 127 പറയുന്നത് അഡ്ഹോക് ജഡ്ജിമാരെ കുറിച്ച് പറയുന്നു. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസിന്റെ സ്ഥാനം ടെമ്പററി വേക്കൻ്റ് ആയിട്ടിരിക്കുമ്പോൾ ചീഫ് ജസ്റ്റിസിന്റെ സ്ഥാനം വഹിക്കുന്ന ആളാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. അഡ്ഹോക് ജഡ്ജസ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു കോറം, ആ ജഡ്ജിമാരുടെ കോറം തികയ്ക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സംസ്ഥാന ഹൈക്കോടതിയിൽ നിന്ന് ജഡ്ജിമാരെ സുപ്രീം കോടതിയിലേക്ക് എലിവേറ്റ് ചെയ്യും. അങ്ങനെ എലിവേറ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ്, താൽക്കാലികമായിട്ട് എലിവേറ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ അഡ്ഹോക് ജഡ്ജസ് എന്ന് പറയുന്നത്. ഈ അഡ്ഹോക് ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ് എന്നുള്ള കാര്യം കൊണ്ട് നിങ്ങൾ പഠിച്ചിരിക്കുക. ഇനി 129-ലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആണ് എന്ന് പറയും. സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആണ് എന്ന് പറയുന്നു. 130 പറയുന്നത് നമ്മുടെ സുപ്രീം കോർട്ടിന്റെ സ്ഥിരസ്ഥാനം ഡൽഹിയിലായിരിക്കുമെന്ന് പറയുന്നു. സുപ്രീം കോർട്ടിന്റെ സ്ഥിരസ്ഥാനം എവിടെയാണ് എന്ന് പറയുന്നു? ഡൽഹിയിലായിരിക്കുമെന്ന് പറയുന്നു. പഠിച്ചിരിക്കുക. സുപ്രീം കോർട്ടിന്റെ സ്ഥിരസ്ഥാനം എവിടെയാണ് എന്ന് പറഞ്ഞു? ഡൽഹിയിലാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി 131 പറയുന്നത് സുപ്രീം കോടതിയുടെ ഒറിജിനൽ ജുറിഡിക്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഒറിജിനൽ ജുറിഡിക്ഷൻ എന്ന് വെച്ചാൽ സുപ്രീം കോടതിയിൽ മാത്രം ഉത്ഭവിക്കുന്ന കേസുകളെയാണ് ഒറിജിനൽ ജുറിഡിക്ഷൻ അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള കേസ്, ഏതെങ്കിലും ഒരു സംസ്ഥാനം കേന്ദ്ര സർക്കാരിനെതിരെ കേസ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരും സംസ്ഥാനത്തോട് ചേർന്ന് ഏതെങ്കിലും സംസ്ഥാനം ചേർന്നിട്ട് വേറെ കുറച്ച് സംസ്ഥാനങ്ങൾക്കെതിരെ കേസ് കൊടുക്കുന്നു. അതൊക്കെ ഏതിനകത്താണ് വരുന്നത്? ഒറിജിനൽ ജുഡിഷ്യനകത്താണ് വരുന്നത്. ആർട്ടിക്കിൾ നമ്പർ 131. പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ നമ്മൾ കേരള സർക്കാർ നമ്മൾ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തു അല്ലേ, കേന്ദ്ര സർക്കാരിനെതിരെ ഫയൽ ചെയ്തു. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? 131 പ്രകാരമാണ് എന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. ഇനി 136-ലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ലീവ് പെറ്റീഷനെ കുറിച്ച് പറയുന്നു. ഇനി 143 വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് പ്രസിഡന്റിന് സുപ്രീം കോടതിയോട് അഡ്വൈസ് ചോദിക്കാമെന്നാണ്. പ്രസിഡന്റ് സുപ്രീം കോടതിയോട് അഡ്വൈസ്, സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തിനെ കുറിച്ചാണ് 143 പറയുന്നത്. നമ്മളത് കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അഡ്വൈസറി പവർ ഓഫ് സുപ്രീം കോടതി അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ റെഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ കടമെടുത്തിരിക്കുന്നു കാനഡയിൽ നിന്ന് കടമെടുത്തിരിക്കുന്നു. പഠിച്ചിരിക്കുക, കാനഡയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ഇനി 148 വരികയാണെങ്കിൽ നമ്മുടെ CAG-നെ കുറിച്ചാണ് പറയുന്നത്. ആരെക്കുറിച്ച് പറയുന്നത്? CAG-നെ കുറിച്ച് പറയുന്നു. CAG
കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. നമ്മൾ ആ ഒരു ആശയം കടമെടുത്തത് എവിടെ നിന്നാണ് എന്നുള്ളത് നിങ്ങൾ പഠിച്ചിരിക്കുക. നമ്മൾ കടമെടുത്തിരിക്കുന്നത് ആ UK നിന്നാണ് എന്ന് പഠിച്ചിരിക്കുക. ഇനി 153 വരികയാണെന്നുണ്ടെങ്കിൽ സംസ്ഥാനങ്ങളുടെ ഗവർണർമാരെ കുറിച്ചാണ് പറയുന്നത്. സംസ്ഥാനങ്ങളുടെ ഗവർണർമാരെ കുറിച്ചാണ് പറയുന്നത്. 157 ഗവർണർമാരുടെ യോഗ്യത. ഒരാൾ ഗവർണറായിട്ട് അപ്പോയിന്റ് ചെയ്യണം, അദ്ദേഹത്തിന് യോഗ്യത ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രസിഡന്റിന് പൊതുമാപ്പ് നൽകാനുള്ള അധികാരം 72 നമ്മൾ പറഞ്ഞെങ്കിൽ ഗവർണർക്കും അതിനുള്ള അധികാരമുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നത് 161 ഗവർണർക്ക് പൊതുമാപ്പ് നൽകാനുള്ള അധികാരം 161 പറഞ്ഞിരിക്കുന്നു. പ്രസിഡന്റിന് പൊതുമാപ്പ് നൽകാനുള്ള അധികാരമാണ് ഗവർണറുടെ പൊതുമാപ്പ് നൽകാനുള്ള അധികാരത്തെക്കാട്ടിലും വലുത് എന്ന് നിങ്ങൾ പഠിച്ചിരിക്കുക. കാരണം പ്രസിഡന്റിന് വധശിക്ഷയിലും അതേപോലെ തന്നെ നമ്മുടെ പട്ടാളക്കാർക്ക് പട്ടാള കോടതി വിധിച്ചുള്ള ശിക്ഷയിൽ ഇളവ് നൽകാനുള്ള അധികാരം പ്രസിഡന്റിനുണ്ട്. അതുകൊണ്ടാണ് പ്രസിഡന്റിന് പൊതുമാപ്പ് നൽകാനുള്ള അധികാരം ഗവർണറുടെ പൊതുമാപ്പ് നൽകാനുള്ള അധികാരത്തെക്കാട്ടിലും വലുത് എന്ന് നമ്മൾ പറയുന്നത്. ഈ 163 വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ 74 നമ്മൾ പറഞ്ഞല്ലോ. പ്രസിഡന്റിനെ ഉപദേശിക്കുന്നതിനും അഡ്വൈസ് ചെയ്യുന്നതിനും എയ്ഡ് ചെയ്യുന്നതിനും വേണ്ടി ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പ്രസിഡന്റിനെ പോലെ സംസ്ഥാനത്ത് വരുന്ന ആളാണ് ഗവർണർ എന്ന് പറയുന്നത്. അപ്പോൾ ഗവർണറിനെ എയ്ഡ് ചെയ്യുന്നതിനും അഡ്വൈസ് ചെയ്യുന്നതിനും ആരുണ്ടായിരിക്കണം? ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കണം. അതിൻ്റെ തലവനായിട്ട് ആരുണ്ടായിരിക്കണം? ചീഫ് മിനിസ്റ്റർ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. 163 പറയുന്നു. 165 നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രഥമ വക്കീലിനെ കുറിച്ച് പറയുന്നത്, പ്രഥമ ലോ ഓഫീസർ, നിയമ ഓഫീസറിനെ കുറിച്ച് പറയുന്നത്. സംസ്ഥാനത്തിൻ്റെ നിയമ ഓഫീസറാണ് ആരെന്ന് പറയുന്നത്? അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത്. നമ്മുടെ കേന്ദ്രത്തിൻ്റെ ഇന്ത്യയുടെ പ്രഥമ നിയമ ഓഫീസറാണ് ആരെന്ന് പറയുന്നത്? അറ്റോർണി ജനറൽ. 76, ഇത് 165 അല്ലേ. ഇനി 169 വരികയാണ് എന്നുണ്ടെങ്കിൽ സംസ്ഥാനങ്ങളിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിർത്തലാക്കാൻ അല്ലെങ്കിൽ സൃഷ്ടിക്കാൻ, അതിനെക്കുറിച്ചാണ് 169 പറയുന്നത് കേട്ടോ. ഓരോ സംസ്ഥാനങ്ങൾക്ക് പുതുതായിട്ട് ലെജിസ്ലേറ്റീവ് കൗൺസിൽ, രാജ്യസഭയുടെ കൂട്ട് രണ്ടാമതൊരു ബോഡി കൂടി രൂപീകരിക്കണമെങ്കിൽ അതിനെക്കുറിച്ചാണ് 169 പറയുന്നത്. നിർത്തലാക്കുന്നതിനെ കുറിച്ച് 169 പറയുന്നു. 191, 102 നമ്മൾ പാർലമെന്റിൽ അംഗങ്ങളുടെ അയോഗ്യരാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു എന്നുണ്ടെങ്കിൽ 191 എന്തിനാ പറയുന്നത്? സംസ്ഥാനങ്ങളിൽ സംസ്ഥാന നിയമസഭയിൽ അംഗങ്ങളെ അയോഗ്യരാക്കുന്നതിനെ കുറിച്ച് 191 പറയുന്നു. 199 സംസ്ഥാനത്തിന്റെ മണി ബില്ലിനെ കുറിച്ച് പറയുന്നു. 110 നമ്മുടെ കേന്ദ്രത്തിന്റെ മണി ബില്ലിനെ കുറിച്ച് പറഞ്ഞെങ്കിൽ 110 സംസ്ഥാനത്തിന്റെ മണി ബില്ലിനെ കുറിച്ച് പറയുന്നു. അതേപോലെ തന്നെ 201 നമ്മുടെ ഗവർണർക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രസിഡന്റിന് വേണ്ടിയിട്ട് ചില ബില്ലുകൾ നീക്കിവെക്കാം. സംസ്ഥാന നിയമസഭകൾ പാസ്സാക്കിയ ചില ബില്ലുകൾ പ്രസിഡന്റിന്റെ കൺസിഡറേഷന് വേണ്ടിയിട്ട് നീക്കിവെക്കാം എന്നാണ് 201 പറയുന്നത്. ബില്ലുകൾ പ്രസിഡന്റിന്റെ പരിഗണനയ്ക്കായി നീക്കി വച്ചിരിക്കുന്നു എന്ന് 201 പറയുന്നു. 213, 123 പ്രസിഡന്റ് ഓർഡിനൻസ് പ്രഖ്യാപിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞെങ്കിൽ 123 ഗവർണർ ഓർഡിനൻസ് പ്രഖ്യാപിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. 214 സംസ്ഥാനങ്ങൾക്കുള്ള ഹൈക്കോടതികളെ കുറിച്ച് പറയുന്നു. 226 ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരത്തിനെ കുറിച്ച് പറയുന്നു. സുപ്രീം കോടതിക്കും മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ റിട്ട് പ്രഖ്യാപിക്കാം 32 പ്രകാരം. പക്ഷേ ഹൈക്കോടതിക്ക് മൗലിക അവകാശങ്ങളും ഒരാളുടെ നിയമപരമായിട്ടുള്ള അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ എന്ത് പ്രഖ്യാപിക്കാം? റിട്ട് പ്രഖ്യാപിക്കാം. ഏത് ആർട്ടിക്കിളിൽ പറയുന്നു? 226 പറയുന്നു. 226 പറയുന്നു. ഇനി 230 എന്ന് പറയുന്നത് ഹൈക്കോടതികളുടെ അധികാരപരിധി കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ നമ്മുടെ ലക്ഷദ്വീപിൻ്റെ ആ ഒരു കാര്യം നോക്കിക്കേ. അപ്പോൾ ലക്ഷദ്വീപിൽ ആ നിയമത്തിന് എതിരായിട്ട്, ആ ഡ്രാഫ്റ്റിനെതിരായിട്ട് നമ്മുടെ കേരള ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു അല്ലേ. അപ്പോൾ ഈ കേരള ഹൈക്കോടതിയാണ് ആരുടെ കാര്യം നോക്കുന്നത്? ലക്ഷദ്വീപിൻ്റെ എന്താണ് ജുഡീഷ്യറി പരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നത് എന്നുള്ളത് പഠിച്ചിരിക്കുക അല്ലേ. അപ്പോൾ ഇതേപോലെ തന്നെ ആൻഡമാനിൻ്റെ ആരാണ് നോക്കുന്നത്? കൽക്കട്ട ഹൈക്കോടതിയാണ് നോക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ സംസ്ഥാന ഹൈക്കോടതികൾക്ക് യൂണിയൻ ടെറിട്ടറീസിൻ്റെ അധികാരങ്ങളോട് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 231 എന്ന് പറയുന്നത് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്കായി പൊതു ഹൈക്കോടതി സ്ഥാപിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്കായി പൊതു ഹൈക്കോടതി സ്ഥാപിക്കാം. നമ്മൾ ഗോവയ്ക്കും മഹാരാഷ്ട്രയ്ക്കും കൂടെ ഒരൊറ്റ ഒരൊറ്റ ഹൈക്കോടതിയാണുള്ളത് അല്ലേ, ബോംബെ ഹൈക്കോടതി. അതാണ് 231 പറയുന്നത്. ഇനി 233 പറയുന്നെങ്കിൽ ജില്ലാ ജഡ്ജിമാരെ നിയമിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. ജില്ലാ ജഡ്ജിമാരെ നിയമിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. 241 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുള്ള ഹൈക്കോടതി. നമ്മുടെ ഡൽഹിക്കും ജമ്മു കാശ്മീരിനും എന്തുണ്ടേ? ഹൈക്കോടതി ഉണ്ട് അല്ലേ. കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുള്ള ഹൈക്കോടതിയെ കുറിച്ചാണ് പറയുന്നത്. 243 വളരെ ഇമ്പോർട്ടൻ്റ് ഗ്രാമസഭയെക്കുറിച്ചാണ് പറയുന്നത്. ഗ്രാമസഭയെക്കുറിച്ചാണ് പറയുന്നത്. 243 ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയുന്നു. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയുന്നു. 243 സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്നു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ് 243 ഓരോ സംസ്ഥാനങ്ങളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടി
വേണ്ടിയിട്ടുള്ള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് 243 കെയിൽ പറഞ്ഞിരിക്കുന്നു. ഇനി 248 വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ലിസ്റ്റുകളിൽ അല്ലെ 246 പറഞ്ഞിരിക്കുന്ന ലിസ്റ്റുകൾ അല്ലെ സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഇതിൽ മൂന്നിനും ഉൾപ്പെടാത്ത കുറച്ച് സബ്ജക്ട് മാറ്റേഴ്സ് ഉണ്ട്. അതാണ് നമ്മൾ ഈ റെസിഡ്യൂറി ലിസ്റ്റുകൾ അല്ലെങ്കിൽ റെസിഡ്യൂറി പവേഴ്സ് എന്ന് പറയുന്നത് 248 പറയുന്നത്. ഇനി 249 എന്താ പറയുന്നത് നോക്കിക്കേ. നമ്മുടെ ദേശീയ താൽപര്യം പ്രകാരം സംസ്ഥാന പട്ടികയിൽ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം നടത്താൻ പാർലമെന്റിന് അധികാരം നൽകിയിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ രാജ്യസഭയിൽ ആ റെസൊല്യൂഷൻ കൊണ്ടുവന്ന് പാസ്സാക്കണം. എന്നിട്ട് മാത്രമേ പാർലമെന്റ് മൊത്തത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഒരു മാറ്റം വരുത്താൻ. അപ്പോൾ ദേശീയ പ്രാധാന്യപരമായിട്ടുള്ള സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാനുള്ള അധികാരം ആർക്ക് നൽകിയിരിക്കുന്നു? പാർലമെന്റ് നൽകിയിരിക്കുന്നു എന്നാണ് 249 പറയുന്നത്. 269 വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്തർ സംസ്ഥാന കൗൺസിലിനെ കുറിച്ച് പറയുന്നു. അന്തർ സംസ്ഥാന കൗൺസിലിനെ കുറിച്ച് പറയുന്നു. 279 അതിനെക്കാട്ടിലും വളരെ പ്രധാനപ്പെട്ടതാണ്. GST കൗൺസിലിനെ കുറിച്ച് പറയുന്നു. 280 ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയുന്നു. 280 ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയുന്നു. കേന്ദ്രത്തിന്റെ ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് പറയുന്നു. 280 300A വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വത്തവകാശം ആർട്ടിക്കിൾ നമ്പർ 31 മൗലിക അവകാശമായിരുന്ന സ്വത്തവകാശത്തിന് നമ്മളെടുത്ത ആർട്ടിക്കിൾ നമ്പർ 300A നമ്മൾ കൊണ്ടുവരും. നമ്മുടെ ഈ കഴിഞ്ഞ KS പരീക്ഷയിൽ പ്രിലിംസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് 300A. എന്തിനെക്കുറിച്ചാണ്? സ്വത്തവകാശത്തെക്കുറിച്ച് പറയുന്നു. ഇനി 312 പറയുകയാണെങ്കിൽ ഓൾ ഇന്ത്യ സർവീസുകൾ, അഖിലേന്ത്യാ സർവീസുകളെ കുറിച്ച് പറയും. നമുക്ക് സിവിക്സിനകത്ത് നമുക്ക് പഠിക്കാനുണ്ട് 3 ഓൾ ഇന്ത്യ സർവീസുകളാണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ്? നമ്മൾ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്, അതേപോലെ ഇന്ത്യൻ ഫോറിൻ സർവീസ്. അഖിലേന്ത്യാ സർവീസുകളെ കുറിച്ചാണ് 312 പറയുന്നത്. 315 നമ്മൾ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചും സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചും ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചുമാണ് 315 പറയുന്നത്. 320 നമ്മളെ പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെ ഫംഗ്ഷൻസ് ആൻഡ് ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്നു. 320 315 പറയുന്നത് നമുക്ക് ഓരോ സംസ്ഥാനങ്ങൾക്കും സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനോ അല്ലെങ്കിൽ 2 സംസ്ഥാനങ്ങൾ 3 സംസ്ഥാനം ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാം. അതുപോലെ ഇന്ത്യ മൊത്തത്തിലായിട്ട് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാം എന്നാണ് പറയുന്നത്. 320 ഈ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ ഫംഗ്ഷൻസ് ആൻഡ് ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്ന അർത്ഥം. 323A അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസിനെ കുറിച്ച് പറയുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസിനെ കുറിച്ചാണ് പറയുന്നത്. ഭാഗം നമ്പർ 14A 42ാം ഭരണഘടനാ ഭേദഗതിയാണ് നമ്മുടെ ഭരണഘടനയിലേക്ക് ചേർക്കുന്നത് അല്ലേ. നമ്മുടെ ഭരണപരമായിട്ടുള്ള കേസുകൾ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ രൂപീകരിച്ചത്. ഭരണപരമായ അല്ലാത്ത കേസുകൾ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അതർ ട്രൈബ്യൂണൽസ് അല്ലെങ്കിൽ മറ്റു ട്രൈബ്യൂണൽ രൂപീകരിച്ചിട്ടുണ്ട് 323B പ്രകാരം. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 324 തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്നു. 326 സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം റൈറ്റ് ടു വോട്ടിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ്സിൻ്റെയോ പ്ലസ് ടുവിൻ്റെയോ പ്രിലിംസിൻ്റെ ക്വസ്റ്റിനകത്ത് നമുക്ക് ഇതുണ്ടായിരുന്നില്ല. എന്തിനെക്കുറിച്ചാണ്? റൈറ്റ് ടു വോട്ടിനെ കുറിച്ച് പറയുന്നു. റൈറ്റ് ടു വോട്ടിനെ കുറിച്ച് പറയുന്നത്. ഈ റൈറ്റ് ടു വോട്ട് എന്ന് പറയുന്നത് നിയമപരമായിട്ടുള്ള അവകാശമാണ് എന്നുള്ളതോട് നിങ്ങൾ പഠിച്ചിരിക്കുക. നിയമപരമായിട്ടുള്ള അവകാശം ലീഗൽ റൈറ്റ് ആണ് എന്നുള്ളതോട് പഠിച്ചിരിക്കുക. ഇനി 338 പട്ടികജാതി കമ്മീഷന് ഷെഡ്യൂൾഡ് കാസ്റ്റിനെ കുറിച്ച് പറയുന്നു. ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മീഷനെ കുറിച്ച് പറയുന്നില്ലേ. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റിനെ കുറിച്ച് പറയുന്നു. 338 നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബിനെ കുറിച്ച് പറയുന്നു. 338B എന്ന് പറയുന്നത് ദേശീയ പിന്നോക്കവർഗ കമ്മീഷനെ കുറിച്ച് പറയുന്നു. ദേശീയ പിന്നോക്കവർഗ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസിനെ കുറിച്ചാണ് 338B പറയുന്നത്. 343 പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ യൂണിയൻ്റെ അല്ലേ നമ്മൾ ഒഫീഷ്യൽ ലാംഗ്വേജസിനെ കുറിച്ചാണ് പറയുന്നത്. ഒഫീഷ്യൽ ലാംഗ്വേജസിനെ കുറിച്ച് പറയുന്നു. 352 നമ്മുടെ നാഷണൽ എമർജൻസിനെ കുറിച്ച് പറയുന്നു. 356 65 നമ്മുടെ രാഷ്ട്രപതി ഭരണം അല്ലെങ്കിൽ സ്റ്റേറ്റ് എമർജൻസിനെ കുറിച്ച് പറയുന്നില്ലേ. രാഷ്ട്രപതി പ്രസിഡൻഷ്യൽ റൂൾ അല്ലെങ്കിൽ അവിടെ എന്തെന്ന് നമുക്ക് പറയാം സ്റ്റേറ്റ് എമർജൻസി സംസ്ഥാന അടിയന്തരാവസ്ഥ സ്റ്റേറ്റ് എമർജൻസിനെ കുറിച്ച് പറയുന്നു. സ്റ്റേറ്റ് എമർജൻസി സംസ്ഥാന അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്നു. 358 വരികയാണ് എന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ നമ്പർ 19 സസ്പെൻഷനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. ആർട്ടിക്കിൾ നമ്പർ 19 വ്യവസ്ഥകൾ താൽക്കാലികമായിട്ട് നമുക്ക് നമ്മുടെ എന്താണ് വിദേശ രാജ്യമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് എമർജൻസി പ്രഖ്യാപിക്കാം. അപ്പോൾ ആർട്ടിക്കിൾ നമ്പർ 19 ഓട്ടോമാറ്റിക്കലി സസ്പെൻഡ് ചെയ്യാം എന്നാണ് ആർട്ടിക്കിൾ നമ്പർ 358 പറയുന്നത്. 360 സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്നതിന് 2 ആർട്ടിക്കിളോട് നിങ്ങൾ പഠിച്ചിരിക്കുക. 368 നമ്മുടെ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്ക് നൽകിയിരിക്കുന്നു? പാർലമെന്റിന് നൽകിയിരിക്കുന്നു എന്നാണ് ആർട്ടിക്കിൾ നമ്പർ 368 പറയുന്നത് അല്ലേ. ഭരണഘടന ഭേദഗതി നൽകാനുള്ള അധികാരം പാർലമെന്റിനാണ്. അപ്പോൾ ആ ഭേദഗതികളെ കുറിച്ചാണ് 368 പറയുന്നത്. 371 പറയുന്നത്
നമ്മുടെ നാഗാലാൻഡ് സംസ്ഥാനത്തിനുള്ള പ്രത്യേക പദവികളെക്കുറിച്ചാണ്, പ്രത്യേക പരിഗണനകളെക്കുറിച്ചാണ് ആർട്ടിക്കിൾ നമ്പർ 371A പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ഒരു സിലബസ് ഓറിയൻറ്റായിട്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ. നിങ്ങളിത് നല്ലതുപോലെ പഠിച്ചിരിക്കണം. ഞാൻ പറഞ്ഞു തന്നിരിക്കുന്ന കണക്റ്റിംഗ് ഫാക്ടറോട് നിങ്ങളൊന്ന് പഠിച്ചിരിക്കേണ്ടതാണ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ജൂൺ ഓഫർ നടക്കുകയാണ്. നിങ്ങൾ Y305 എന്നുള്ളൊരു കോഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, Y305 എന്നുള്ളൊരു കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 77% ഓഫ് ലഭിക്കും. നമ്മുടെ ആ ഒരു ഡിഗ്രി ബാച്ച്, നമ്മുടെ ആ ഒരു ഇൻ്റഗ്രേറ്റഡ് ബാച്ച്, നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ മെയിൻസ്, പ്ലസ് ടുവിൻ്റെ മെയിൻസ്, ഇതിനെല്ലാത്തിനും വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ജൂൺ 15 നമ്മൾ ആരംഭിക്കുകയാണ്. നിങ്ങളൊരു കോഡ് Y305 എന്നുള്ളൊരു കോഡ് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയൊരു എമൗണ്ട് ആയിട്ടുള്ള 3800 രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്, ഒരു വർഷ വാലിഡിറ്റിയോട് കൂടി. ഓക്കെ, അതേപോലെ ഇപ്പോൾ ഇംഗ്ലീഷ് മാത്രമായിട്ട് GK മാത്രമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. ലക്ഷ്യം എന്നുള്ളൊരു ബാച്ച് നമുക്കുണ്ട്. അവിടെ നിങ്ങളൊരു Y305 എന്നുള്ള കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 1480 രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതേപോലെ തന്നെ മാത്സ് മാത്രമാണെങ്കിൽ അതിന് നിങ്ങൾക്ക് അവസരമുണ്ട്. Y305 എന്നുള്ളൊരു കോഡ് ഉപയോഗിച്ചാൽ മതി, 1450 രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇംഗ്ലീഷിന് വേണ്ടി മാത്രമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന Y305 എന്നുള്ളൊരു കോഡ് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി, 1480 രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നത് ആണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ അഡ്ഡ 24/7 ആപ്പും അവൈലബിൾ ആണ്. അതും കൂടെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ഒരു പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്